തീർച്ചയായും അർജുൻ, മനസ്സും അടുത്തൊരു ഇന്ത്യൻ ഗുസ്തി താരം ഇത്തരത്തിലൊരു ഒരു താൻ വിരമിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ അത് ഏറെ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അർജുൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപാട് വെല്ലുവിളികൾ മറികടന്നാണ് ഇവർ ഇത്രയും എത്തിയത്. അതുപോലെ തന്നെ ഫൈനലിൽ വിനേഷ് ഫോഗട്ട് എത്തിയപ്പോൾ തന്നെ നമുക്കൊക്കെ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു, വെള്ളി മെഡലെങ്കിലും കരസ്ഥമാക്കിയിരിക്കും എന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. ഇന്ത്യയുടെ അഭിമാനം വാനോളം ഉയർത്തും എന്നൊരു പ്രതീക്ഷയൊക്കെ നമുക്കുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ അയോഗ്യമാക്കപ്പെട്ടപ്പോഴും നമ്മൾ എല്ലാവരും, എല്ലാ ഇന്ത്യക്കാരും ഒരേ സ്വരത്തിൽ പറഞ്ഞത് നിങ്ങൾ എപ്പോഴേ ജയിച്ചു കഴിഞ്ഞു എന്ന് എല്ലാ ഇന്ത്യക്കാരും ഒരേ സ്വരത്തിൽ പറഞ്ഞതാണ്. പക്ഷേ ഈ ഒരു വൈകാരികമായ ഒരു വിരമിക്കൽ പ്രഖ്യാപനം, ഇത് അർജുൻ, ഇതൊരു ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനമായി നമുക്ക് കരുതാൻ കഴിയുമോ? ഇതിൽ എന്തെങ്കിലും മാറ്റമുണ്ടാകാനും സാധ്യതയില്ലേ? ഇനിയും വിനേഷ് ഫോഗട്ട് എന്തെങ്കിലും പുനർച്ചെല്ല് ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിലൊരു മാറ്റം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇത് അവരുടെ ഭാഗത്തു നിന്നും വന്ന ഒരു തീരുമാനമാണ്, അവരെടുത്ത ഒരു കോളാണ്, അവരായിട്ട് പ്രഖ്യാപിച്ചതാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ആ വിരമിക്കൽ തീരുമാനമായി മുന്നോട്ട് പോകാവുന്നതാണ്. പക്ഷെ അപ്പോഴും അവർക്ക് എന്തെങ്കിലും ഒരു കാരണത്തിൽ ഒരു പുനർചിന്ത കൊടുക്കണമെന്ന് കരുതുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ കോച്ചോ അവരുടെ സ്റ്റാഫ് മറ്റ് സപ്പോർട്ടിംഗ് സ്റ്റാഫുകളോ അല്ലെങ്കിൽ അവരുടെ കുടുംബമെങ്കിലും അവരോട് നേരിട്ട് സംസാരിച്ച് ഇതിൽ തെറ്റായ തീരുമാനമാണ്, ഇനിയും മുന്നോട്ട് പോകാനുണ്ട്, ഇനിയും പ്രയത്നിക്കാറുണ്ട്, തീർച്ചയായിട്ടും ഇനിയും മെഡലുകൾ ഈ രാജ്യത്തിന് വേണ്ടി കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ള കാര്യം അവരോട് പറയാൻ സാധിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അവർക്ക് വീണ്ടും ആ ഒരു തീരുമാനത്തെ പിൻവലിക്കാവുന്നതാണ്, പുനർചിന്തിക്കാവുന്നതാണ്. പക്ഷെ അതെല്ലാം അപ്പോഴും വിനേഷ് ഫോഗട്ടിന്റെ കയ്യിലാണ്. അവർക്കാണ് ഇതിൽ എന്തെങ്കിലും തീരുമാനം എടുക്കാനുള്ള ഒരു അധികാരം കൂടെയുള്ള. തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെ ആയിരിക്കും. ഉറപ്പായിട്ടും ഈ വിരമിക്കൽ പ്രഖ്യാപനം അത് പിൻവലിക്കാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ വിനേഷിന് ചെയ്യാവുന്നതാണ്. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ വിഷമത്തോടു കൂടി തന്നെയായിരിക്കും അവർ ഈ ഘട്ടത്തിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും മെഡൽ ഉറപ്പായ ഒരു സാഹചര്യത്തിൽ നിന്നും മെഡലേ ഇല്ലാത്ത രീതിയിലേക്ക്, അതും ആ ഇനത്തിൽ തന്നെ 50 കിലോ വനിതകളുടെ 50 കിലോ ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിൽ അവസാനക്കാരിയായി പിന്തള്ളപ്പെടുന്ന ഒരു അവസ്ഥയിലൂടെയാണ് അവർ ഇന്നലത്തെ ഡിസ്ക്വാളിഫിക്കേഷനിലൂടെ ഈ അയോഗ്യതയോടെ സംഭവിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ സ്പോർട്സ് കോടതിയിൽ അവർ കൊടുത്ത അപ്പീലുണ്ട്, അതിലൊരു ഇടക്കാല വിധി ഇന്ന് വരാനുണ്ട്, വെള്ളിയെങ്കിലും ലഭിക്കണം എന്നുള്ള കാര്യത്തിൽ. പക്ഷെ അത് അനുകൂലമായിരിക്കുമോ എന്നുള്ള കാര്യം വ്യക്തമല്ല, അല്ലെങ്കിൽ അനുകൂലമാണ് ആകണമെന്നുള്ള സാധ്യതകൾ കുറവാണ് എന്ന് തന്നെ പറയാം. കാരണം ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ ഒരു അപ്പീൽ നൽകാൻ ശ്രമിച്ച സമയത്തും അപ്പീൽ നൽകിയ സമയത്തും അത് ഒട്ടും തന്നെ സ്വീകരിക്കാതെ തള്ളിക്കളഞ്ഞൊരു അവസ്ഥയായിരുന്നു സംഘാടക സമിതിയുടെയും അതുപോലെ തന്നെ അന്താരാഷ്ട്ര ഒളിമ്പിക് അസോസിയേഷന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇതിലൊരു ഈ ഒളിമ്പിക് മെഡലിന്റെ കാര്യത്തിൽ മറ്റൊരു നീക്കുപോക്കോ അല്ലെങ്കിൽ മറ്റൊരു സാധ്യതയോ ഇല്ല എന്നുള്ള ഘട്ടം കൂടി എത്തിയപ്പോൾ അത്തരത്തിൽ മനമെടുത്തുകൊണ്ടായിരിക്കും, വിഷമത്തോട് കൂടിയായിരിക്കും എന്തായാലും നിലവിലുണ്ടായാലും ഈ വിനേഷ് ഫോഗട്ട് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോയിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെയായിരിക്കും അവർ വിരമിക്കൽ പ്രഖ്യാപിച്ചിട്ടുമുണ്ടാവുക. തീർച്ചയായും അർജുൻ, ഇത് മനസ്സും അടുത്തുള്ള ഒരു വിഷമത്തിൽ നിന്നുള്ള ഒരു വൈകാരികമായ ഒരു മുഹൂർത്തം തന്നെയാണ്. അതിൽ നിന്ന് വന്ന ഒരു വിരമിക്കൽ പ്രഖ്യാപനം തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. കാരണം വിനേഷ് ഫോഗട്ട് ഉൾപ്പെടെയുള്ള ഗുസ്തി താരങ്ങൾ എത്രത്തോളം വെല്ലുവിളികൾ നേരിട്ട് എത്രത്തോളം പോരാടിയിട്ടുണ്ട് എന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ ഒരു ഫൈനലിൽ വിനേഷ് ഫോഗട്ട് എത്തിയപ്പോൾ നമ്മൾ എല്ലാവരും അഭിമാനിച്ചതാണ്. ഇപ്പോൾ ഈ ഒരു വിരമിക്കൽ പ്രഖ്യാപനം വരുമ്പോഴും അരുത് എന്ന് പറയാൻ മാത്രമേ നമുക്കൊക്കെ തോന്നുന്നുള്ളൂ. എന്തായാലും ഇതിലൊരു ഒരു ചിന്ത ഉണ്ടാവട്ടെ, ഇത് വേണ്ടാന്ന് വെക്കട്ടെ എന്നൊക്കെ മാത്രമേ നമുക്ക് ആഗ്രഹിക്കാൻ കഴിയുള്ളൂ, അല്ലേ അർജുൻ? സന്ധ്യ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. കാരണം ഒട്ടും ഈ കരിയറിന്റെ പീക്കിലാണ് എന്നുള്ള കാര്യം പറഞ്ഞപ്പോഴും വിനേഷ് ഫോഗട്ട് ഒരുപക്ഷെ ഇത്തരത്തിൽ ഒരു മുന്നേറ്റം നടത്തുമെന്നുള്ള ഒരു പ്രതീക്ഷ ഒരുപക്ഷെ പലർക്കും ഉണ്ടായി കാണില്ല. പ്രത്യേകിച്ചും അവർ ഈ ടോക്കിയോ ഒളിമ്പിക്സിൽ ജപ്പാന് വേണ്ടി മത്സരിച്ച 1ാം നമ്പർ താരത്തെ അട്ടിമറിക്കുന്ന ആ രംഗങ്ങൾ കണ്ടത് വരെയെങ്കിലും, അല്ലെങ്കിൽ ആ ക്വാർട്ടർ ഫൈനലിലേക്ക് അവർ എത്തുന്നവരെയെങ്കിലും വിനേഷ് ഫോഗട്ട് എന്നുള്ള പേര് പോലും പല സമയത്തും ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഇന്ത്യയിലോ അന്താരാഷ്ട്ര വേദികളിലോ ഒന്നും അധികമായി അത്രത്തോളം പ്രതിപാദിച്ച് കേട്ടില്ല. അവിടെ നിന്നാണ് ഒരൊറ്റ രാത്രി കൊണ്ട് വിനേഷ് ഫോഗട്ട് എന്നുള്ള പേര് അവർ വീണ്ടും ഉയർത്തിയെടുക്കുന്നത്. അത് രാജ്യത്തെ 140 കോടി ജനങ്ങൾക്കിടയിലാണെങ്കിലും വലിയ രീതിയിൽ എല്ലാവരും ഒരുപോലെ പ്രതീക്ഷിച്ചിരുന്നു. മാത്രമല്ല അവർ ഫൈനലിൽ മത്സരിക്കുന്നത് കാണാൻ, അവരൊരു മെഡൽ നേടുന്നത് കാണാനായിട്ട് ഒരുപാട് പേര് കാത്തിരുന്നു. അത് കൃത്യമായിട്ടൊരു കാര്യമാണ് ഓരോരുത്തരും. ഇപ്പോൾ നമ്മൾ പറയുന്ന സമയത്ത് പോലും അത് നമുക്ക് എത്രത്തോളം നിരാശ ഉണ്ടാക്കുന്നുണ്ട്. ഇന്നലത്തെ ദിവസം നമുക്കെല്ലാം തന്നെ എത്രത്തോളം നിരാശ ഉണ്ടാക്കുന്നതായിരുന്നു എന്നുള്ളത് പറയാതെ തന്നെ മനസ്സിലാവുന്നതാണ്.
അപ്പോൾ എത്രത്തോളം തന്നെയായിരിക്കും വിനേഷ് ഫോഗട്ടിന്റെ നിരാശ എന്നുള്ള കാര്യം വ്യക്തമാണ്. കാരണം 2014 റിയോ ഒളിമ്പിക്സിലും അതിനുശേഷം 2020 എല്ലാ സമയത്തും ഈ ടോക്കിയോ ഒളിമ്പിക്സിലും എല്ലാം ഇത്തരത്തിൽ വിധി പരിക്കിന്റെ രൂപത്തിലടക്കം വന്ന് മെഡലുകൾ പലതവണ തട്ടിക്കളഞ്ഞതാണ്. ഈ കരിയറിന്റെ പീക്കിൽ നിൽക്കുന്ന സമയത്ത് പ്രത്യേകിച്ചും വിനേഷ് ഫോഗട്ടിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്നും 2023 ഈ ഡൽഹിയിൽ ബ്രിജ്ഭൂഷൺ സിംഗിനെതിരെയുള്ള സമരവേദിയിൽ മുൻപന്തിയിൽ ആ സമരങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് എത്തിയ ഒരു വ്യക്തിയാണ് വിനേഷ് ഫോഗട്ട്. ഗോതയ്ക്ക് പുറത്തും അവർ ഒരു പോരാട്ട വീര്യമുള്ള വളരെയധികം മികച്ച രീതിയിൽ പോരാടുന്ന ഒരു കളിക്കാർ തന്നെയായിരുന്നു. അല്ലെങ്കിൽ ഗോതയ്ക്ക് പുറത്തും അവർ കൃത്യമായിട്ടും അവർ പോരാളി തന്നെ ആയിരുന്നു. ആ വെല്ലുവിളികളും പ്രത്യേകിച്ചും പല ട്രയൽസും ഒരു പോരാളി തന്നെ ആയിരുന്നു എന്നതിൽ ഒരു സംശയവുമില്ല. ഇത് അതിവൈകാരികമായ ഒരു നിമിഷമാണ്. ഇന്നലെ ഫൈനലിന് തൊട്ട് മുൻപ് തന്നെ അയോഗ്യയാക്കപ്പെട്ടപ്പോൾ നമ്മൾ എല്ലാവരും ഒരുപോലെ വിഷമിച്ചതാണ്. ഇപ്പോൾ ഈ ഒരു വിരമിക്കൽ പ്രഖ്യാപനം കൂടി വരുമ്പോൾ അതും നമ്മളെ എല്ലാവരെയും ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ട്. എന്തായാലും വിനേഷ് ഫോഗട്ട് ഒരു പോരാളിയാണ്, അവർ നേരത്തെ ജയിച്ചു കഴിഞ്ഞു എന്നൊക്കെ പറയാതിരിക്കാൻ വയ്യ. പക്ഷേ ഈ ഒരു തീരുമാനം എല്ലാ ഇന്ത്യക്കാരെയും ഒരുപോലെ വിഷമിപ്പിക്കുന്നതാണ്. അർജുൻ പീതാംബരനാണ് നമുക്കൊപ്പം ഹരിയാനയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.